ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ, SSLC ജോഗ്രഫിയിലെ നാലാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഇസ് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് 4 മാർക്കാണ് ആ ചാപ്റ്ററിന് വെയിറ്റേജ് എന്നുള്ളത് അറിയാം. അതിൽ 2 മാർക്ക് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിനും 2 മാർക്ക് 6 ഫിഗർ ഗ്രിഡ് റെഫറൻസിനുമാണ് മെജോറിറ്റി ചോദിക്കാറ്. പക്ഷെ ഇത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് കോണ്ടൂസ് എന്നും അതേപോലെ തന്നെ ടോപ്പോഗ്രാഫിക് മാപ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്താണെങ്കിലും 2 മാർക്ക് ഈ ഒരു ഏരിയ എന്ന് ഷുവർ ആണ്. അപ്പൊ അതിലെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പെന്നും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് വന്നോളൂ മക്കളെ. നമ്മൾ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് അപ്പൊ പേപ്പറും പെന്നും ഒക്കെ എടുത്തിട്ട് എല്ലാവരും റെഡി ആയിട്ട് വന്നോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആദ്യം വർക്ക്ഔട്ട് ചെയ്യുന്നത് ഈ ഒരു പാർട്ടാണ്. ഇതെന്താ സംഭവം, ഇതെന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ എഴുതി വെക്കുക. ദാറ്റ് ഈസ് റിവർ ആണ് ഇത് എന്നുള്ളത് എഴുതി വെക്കുക. അപ്പൊ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഒബ്ജക്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8ഓളം ഒബ്ജക്ട്സിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത് 4 നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. 4 നിങ്ങൾ സ്വയം വർക്ക്ഔട്ട് ചെയ്ത് കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യേണ്ടതാണ്. അപ്പൊ ഒന്നാമത്തേത് റിവർ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, എവിടെയാണോ ഒബ്ജക്റ്റ് കിടക്കുന്ന ആ ഒബ്ജക്റ്റിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിന്റെ വാല്യൂ ഏതാണ് എന്നുള്ളത് നോക്കുക. ദെൻ തൊട്ട് താഴെയുള്ള ലൈനിന്റെ വാല്യൂ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റ് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ദാറ്റ് ഈസ് റിവർ ആണെന്ന് പറഞ്ഞു. ആ റിവറിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിന്റെ വാല്യൂ എത്രയാണ്? 82 അല്ലേ? ദെൻ തൊട്ട് താഴെയുള്ള ലൈനിന്റെ വാല്യൂ ദാറ്റ് ഈസ് 25. ശരിയല്ലേ? അപ്പൊ 82 and 25 ഇൻ ബിറ്റ്വീൻ സ്പേസ് വേണ്ട, ഹൈഫൺ വേണ്ട, കോമ വേണ്ട, ഫുൾ സ്റ്റോപ്പ് വേണ്ട, നത്തിങ് വിൽ ബി ദയർ. ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ആ 4 ഫിഗേഴ്സ് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം നോക്കാം. ഇതാണ് നമ്മൾ രണ്ടാമത് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇതെന്താ സംഭവം? ദിസ് ഇസ് ഫോർട്ട്. ഓക്കെ, കോട്ടയാണിത്. അപ്പൊ ഫോർട്ടിന്റെ ഗ്രിഡ് റെഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റ് എവിടെയാണോ ആ ഒബ്ജക്റ്റിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിന്റെ വാല്യൂ, ദെൻ തൊട്ട് താഴെയുള്ള ലൈനിന്റെ വാല്യൂ. ഒബ്ജക്റ്റിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിന്റെ വാല്യൂ എത്രയാ? 84. ദെൻ തൊട്ട് താഴെയുള്ള ലൈനിന്റെ വാല്യൂ എത്രയാ? 24. ഓക്കെ, 84 and 24. That is the 4 figure grid reference of fort. Okay, ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഏതാ? നമ്മൾ മൂന്നാമത്തെ വർക്ക്ഔട്ട് ചെയ്യുന്നത് ദാ ഇതാണ്. നമ്മൾ മൂന്നാമത് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇതെന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് ആണ്. അപ്പൊ സെറ്റിൽമെന്റ്സ് എന്ന് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. ഇത് സെറ്റിൽമെന്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതൊരു ക്ലസ്റ്റേർഡ് കേന്ദ്രീകൃത വാസസ്ഥലങ്ങളാണ്, അടുപ്പിച്ച് കിടക്കുന്ന വീടുകളാണ് അല്ലേ? ഇത് സെറ്റിൽമെന്റ്സ് ആണ്. അപ്പൊ അതിന്റെ നമ്മൾ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിന്റെ വാല്യൂ ഞാൻ ഇവിടെ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു. തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിന്റെ വാല്യൂ, നമുക്ക് തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ 22 23 എഴുതാനുള്ള ടെൻഡൻസി വരും. എല്ലാവരും തെറ്റിക്കാറുള്ള പാർട്ടാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത്. തൊട്ട് ലെഫ്റ്റ് സൈഡുള്ള വാല്യൂ എന്നല്ല പറഞ്ഞത്, തൊട്ട് ലെഫ്റ്റ് സൈഡുള്ള ലൈനിന്റെ വാല്യൂ ദാറ്റ് ഈസ് 81. ദെൻ തൊട്ട് താഴെയുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ താഴെയുള്ള വാല്യൂ 81 82 ഒക്കെ തോന്നും. പക്ഷെ തൊട്ട് താഴെയുള്ള ലൈനിന്റെ വാല്യൂ ദാറ്റ് ഈസ് 22. ഓക്കെ, അപ്പൊ ഇപ്പൊ ക്ലിയർ ആയോ? തൊട്ട് ലെഫ്റ്റ് സൈഡുള്ള ലൈനിന്റെ വാല്യൂ, ദെൻ തൊട്ട് താഴെയുള്ള ലൈനിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തത് ഒന്നും കൂടി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇനി നാലാമത് വർക്ക് ചെയ്യുന്നത്. എന്താണിത്? ഇത് സംഭവം ലെവൽ ക്രോസിംഗ് ആണ് അല്ലെ? എന്താ ഈ ലെവൽ ക്രോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ പോകുന്നതിന്റെ ഇടയിലൂടെ ശരിക്കും പറഞ്ഞ ഒരു റെയിൽവേ ട്രാക്ക് നമുക്ക് കാണാം. അപ്പൊ ഈ റെയിൽവേ എന്താ പറയുന്ന ട്രെയിന് പോകുന്ന ടൈമിൽ ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലെവൽ ക്രോസിംഗിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എത്രയാന്ന് നോക്കാം. തൊട്ട് ലെഫ്റ്റ് സൈഡുള്ള ലൈനിന്റെ വാല്യൂ ദാറ്റ് ഈസ് 83. തൊട്ട് താഴെയുള്ള ലൈനിന്റെ വാല്യൂ ദാറ്റ് ഈസ് 24. ഓക്കെ, അപ്പൊ നമ്മൾ 4 റിവറിന്റെയും ഫോർട്ടിന്റെയും സെറ്റിൽമെന്റ്സിന്റെയും ലെവൽ ക്രോസിംഗിന്റെയും 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഒരു 4 ഇവിടെ കിടപ്പുണ്ട്. ഏതൊക്കെയാണ്? ഇതാ ഒരെണ്ണം, ദെൻ നെക്സ്റ്റ് വൺ, അഗെയിൻ നെക്സ്റ്റ് വൺ, ദെൻ ഫൈനലി ഇതാ 4 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. സോ ഇത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ഗ്രേവ് യാർഡ് ആണിത്. ഓക്കെ, ശവപ്പറമ്പാണിത്. അപ്പൊ ഗ്രേവ് യാർഡിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് കാണുക. അതേപോലെ തന്നെ ഇതെന്താണ്? റോഡ് വിത്ത് ബ്രിഡ്ജ് ആണ് അല്ലെ? അപ്പൊ അതെന്താന്ന് കാണുക. ഇതെന്താ ഈ റൗണ്ടിലെ സർക്കിൾസ് പോലെ കിടക്കുന്നത്?
അതെന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതിനോടൊപ്പം അതിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് കാണുക. അതേപോലെ തന്നെ റെയിൽവേയുടെ മീറ്റർ ഗേജിന്റെ ഒരു സിമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ 4 എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് സെറ്റ് അല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് 1 മുതൽ 2 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആയിരിക്കും. നമ്മൾ അടുത്ത വീഡിയോയിൽ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞോട്ടെ, 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിൽ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഏകദേശം ആ ബോക്സിനകത്ത്, ഇപ്പൊ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബോക്സിനകത്ത് ഏകദേശം നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒബ്ജക്ട്സിന്റെയാണ് നമ്മൾ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ വളരെ ചെറിയ ചെറിയ ഒബ്ജക്റ്റുകൾ നമുക്ക് വരാറുണ്ട്. ആ ഒബ്ജക്റ്റുകളുടെയൊക്കെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാറ്? ഈ പറയുന്ന 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ദാ നമ്മൾ അടുത്ത ക്ലാസ്സിൽ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന് മുമ്പായിട്ട് 4 ഫിഗർ സെറ്റ് ആക്കി വെച്ചോളൂ. അതിന് കുറച്ചൊരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 4 ഫിഗർ ഇവിടെ കംപ്ലീറ്റ് ആയി, ഇനി ഒരു 2 ഫിഗറും കൂടെ ആഡ് ചെയ്താൽ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആയി. അപ്പൊ ഇത് സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് നോക്കാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ, ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ ജസ്റ്റ് അതൊന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ ഇതിന്റെ 4 ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് 6 ഫിഗർ ഗ്രിഡ് റെഫറൻസുമായിട്ട് വീണ്ടും കാണാം. So till then, thank you and have a nice day. All the best for your studies also. Okay, bye bye.